വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? മുട്ടത്തീയലാണേ. മുട്ടത്തീയൽ ഇവിടെ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഞങ്ങളുടെ വീട്ടിൽ മുട്ടത്തീയലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ വന്നാണ് ഞാൻ ആദ്യമായിട്ട് മുട്ടത്തീയൽ കഴിക്കുന്നത്. കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന് ശേഷം നമുക്കിവിടെ മീൻ കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ മുട്ട വെച്ച് ചെയ്യാവുന്ന ഒരു കറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ മുട്ടത്തീയലാണ് മനസ്സിൽ വരാറ്. ഉണ്ടാക്കാനാണെങ്കിൽ സാധാ തീയൽ ഉണ്ടാക്കുന്ന കണക്കൊക്കെ തന്നെയാണ് നമ്മൾ റെസിപ്പി എല്ലാം ചേർക്കുന്നത്. പക്ഷേ ഈ പൊടികൾ ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും പൊടികളെ നമ്മൾ ചേർക്കും. പിന്നെ മസാലപ്പൊടി ചേർക്കുക. എക്സ്ട്രാ തീയൽ ചേർക്കാത്തൊരു സാധനമാണല്ലോ മസാലപ്പൊടി, അത് ചേർക്കും. മുളക് പൊടിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടിയാണ് ഇതിന് ചേർക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്, മുട്ട തീയലിലുള്ള ഡിഫറൻസ്. പിന്നെ തേങ്ങ വറുക്കൽ എല്ലാ പരിപാടിയും ബാക്കിയുള്ളതിൽ നിന്ന് സെയിം തന്നെയാണ്. നല്ല ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ പൊടിയും ഇട്ട് ചൂടാറാൻ മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള ഉള്ളി പൊളിക്കണമായിരുന്നു. അത് അമ്മ പൊളിച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുട്ട നമ്മൾ കുക്കറിൽ വെച്ചാണ് വേവിച്ചത്. അപ്പോൾ തണുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷം നമുക്ക് തോടിളക്കി വയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ അരപ്പ് അരച്ചെടുക്കാം. ആദ്യമേ ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാണ് ഈ പരുവത്തിലാക്കി എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് മുട്ട നമുക്ക് 3ആയിട്ട് മുറിച്ചിടാം. ഞാനിപ്പോൾ 2ആയിട്ടാണ് മുറിച്ചിട്ടത്. അമ്മയാണ് മുറിക്കുന്നതെങ്കിൽ അമ്മ ഇതിനെ 3ആക്കി മുറിക്കും. അത് വേറൊരു സ്റ്റൈലാണ് മുറിക്കുന്ന സ്റ്റൈല്. ഇന്നിപ്പോൾ ഞാനാണ് മുറിച്ചത്. ഇനി എന്നെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് കടക്കാം. അപ്പം എണ്ണ ഒഴിച്ച് കടുക് താളിച്ചതിന് ശേഷം നമുക്ക് തോനെ കൊച്ചുള്ളിയാണ് ഇതിനാവശ്യം. കൊച്ചുള്ളി നല്ല നീളത്തിന് അരിഞ്ഞ് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. കൊച്ചുള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ച്. അപ്പോൾ ഉള്ളി വഴന്നത് തിന്നാൻ എൻ്റെ ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ്. അത് മേടിക്കാൻ വേണ്ടി അവൻ വന്നതാണ്. അങ്ങനെ അവൻ്റെ ഉള്ളിയും കൊണ്ട് അവൻ പോയി. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നപ്പോഴത്തേന് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്ത് അതും നല്ല വഴലണം. നമ്മൾ ഇത് ഒത്തിരി നേരം ഇട്ട് വേവിക്കത്തില്ല. അതുകൊണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രമേ നമ്മൾ അരപ്പിട്ട് കൊടുക്കത്തുള്ളൂ. അരപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പുളിയൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഈ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മുട്ട തീയലിൽ. നമ്മൾ മറ്റേ തീയൽ ഉണ്ടാക്കുമ്പോൾ പുളി ചേർക്കാറുണ്ട്. പക്ഷേ മുട്ട തീയലിൽ പുളിയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ നമ്മൾ പുളി ചേർക്കത്തില്ല. അങ്ങനെ നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേന് ഇച്ചിരി മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഈ മുട്ട ഇങ്ങനെ നെറുകെ കീറിയത് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ആദ്യമേ നമ്മൾ ഇവിടുത്തെ കുട്ടി ഗണപതി ഋതുവാണ്. അപ്പോൾ അവന് തന്നെ കഴിക്കാൻ കൊടുക്കുവാണ്. മുട്ട തീയലും ക്യാരറ്റ് തോരനുമായിരുന്നു. ഒഴിച്ചുകറി ഉണ്ടായിരുന്നു, അത് അവന് വേണ്ട. അതുകൊണ്ട് തോരനും മുട്ടയും കൂട്ടി അവനൊരു ഉരുള കൊടുത്തു. അത്രയേ ഉള്ളൂ.